കണ്ണനെ കണി കണ്ടുണരുന്ന ഒരു വിഷുപ്പുലരി കൂടി വന്നെത്തി. ഏവർക്കും നിറം ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷുകാലത്തെ നമുക്ക് ഒന്നിച്ച് വരവേൽക്കാം. കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതും ആകർഷകമായ ഓഫറുകളോടെ. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M. സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. 2 കൊല്ലം മുമ്പ് 2022-23 വർഷത്തിൽ ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് മാറ്റിവെച്ച ഫണ്ട് എന്ന് പറയുന്നത് 1,10,000 കോടി രൂപയായിരുന്നു അല്ലേ? കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കുക, ഓരോ സാമ്പത്തിക വർഷം കടക്കുന്ന സമയത്ത് ആ പദ്ധതിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ടത്, ഓരോ സംസ്ഥാനത്തുണ്ടാവേണ്ടത്. എന്നാൽ 2022-23 വർഷം 1,10,000 കോടി രൂപ മാറ്റിവെച്ച സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം 86,000 കോടി മാറ്റിവെച്ചത്. അത് നമ്മൾ മതിയാവില്ല എന്ന് നമ്മളന്ന് പറഞ്ഞതാണ്. ആ ഫണ്ട് തന്നെയാണ് ഇപ്പോഴും മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂലി കിട്ടാത്തത്, അതുകൊണ്ടാണ് നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പണി കിട്ടാത്തത് അല്ലേ? 2022-23 വർഷത്തിൽ കേരളത്തിനുള്ള തൊഴിൽ ദിനം എന്ന് പറയുന്നത് 10 കോടി തൊഴിൽ ദിനാണ് കേന്ദ്ര തൊഴിലുറപ്പ് മിഷൻ, സംസ്ഥാന മിഷൻ അനുവദിച്ചത്. 10 കോടി തൊഴിൽ ദിനം. നമ്മൾ 10 കോടി അനുവദിച്ച സമയത്ത് 11 കോടി തൊഴിൽ ദിനം ഇവിടെ പ്രയോജനപ്പെടുത്തി. അതാണ് കേരളത്തിലെ അവസ്ഥ. കഴിഞ്ഞ വർഷം നമുക്ക് അനുവദിച്ചത് 7 കോടി തൊഴിൽ ദിനമായിരുന്നു. വലിയ സമ്മർദ്ദവും വലിയ ഇടപെടലും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയനും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും സ്വീകരിച്ചതിന്റെ ഭാഗമായി 7 കോടി തൊഴിൽ ദിനം അനുവദിച്ചത് പിന്നീട് 2ാം ഘട്ടം എന്ന നിലക്ക് നമുക്ക് വർദ്ധിപ്പിച്ചു നൽകി. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഈ പ്രാവശ്യം എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ 10 കോടി തൊഴിൽ ദിനം ആവശ്യപ്പെട്ടു. നമുക്ക് അനുവദിച്ചിരിക്കുന്നത് 5 കോടി തൊഴിൽ ദിനമായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു അല്ലെ? അപ്പം മതിയായ ഫണ്ട് മാറ്റിവെക്കുന്നില്ല. ഫണ്ട് മാറ്റിവെക്കാത്തതിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ തൊഴിൽ ദിനം വെട്ടിച്ചുരുക്കുകയാണ്. ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ തന്നെ ആളുകൾക്ക് കൂലി ലഭ്യമല്ലാത്ത സാഹചര്യം വരുന്നു. അടിയന്തരമായി കൂലി കുടിശ്ശിക അനുവദിക്കുക, തൊഴിൽ ദിനം 200 വർദ്ധിപ്പിക്കുക, NMM ജിയോ ഫെൻസിംഗ് തുടങ്ങിയ പരിഷ്കാരങ്ങൾ പിൻവലിക്കുക, മിനിമം വേതനം 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പ്രകടനമായി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് എത്തിച്ചേർന്നു. പഞ്ചായത്ത് കമ്മിറ്റി അംഗം ബുഷറ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MP മധു, CPIM ദേശമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദേവാനന്ദ്, M. സുകുമാരൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PM മോനിഷ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിളക്കത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.